ഇത്രയും വഞ്ചിക്കപ്പെട്ട, ഇത്രയും പറ്റിക്കപ്പെട്ട ഒരു ജനത മുനമ്പം ജനതയെ പോലെ വേറെയില്ല. ഇപ്പോ ഇന്നത്തേക്ക് 110 ദിനങ്ങളാവുന്നു നിരാഹാര സമരം തുടങ്ങിയിട്ട്. ഈ 110 ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ നിരാഹാര പന്തലുണ്ട്. അപ്പൊ വന്നു പോകുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും ഞങ്ങൾ സത്യത്തിൽ പഠിക്കുകയാണ്. ചില സമയത്ത് നമുക്കൊരു കോമഡി ഷോ കാണുന്ന പ്രതീതിയൊക്കെ ഉണ്ടാകാറുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ വന്ന് സംസാരിക്കുന്ന സമയത്ത്. ഇപ്പോൾ വി.ഡി. സതീശൻ സാർ പറഞ്ഞത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് സാർ തന്നെയാണ്. പക്ഷെ സാർ പറഞ്ഞൊരു കാര്യം 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം എന്നാ പറഞ്ഞത്. പക്ഷെ 10 മിനിറ്റ് കൊണ്ട് അതെങ്ങനെ പരിഹരിക്കാമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു വെച്ചില്ല. അതോടൊപ്പം തന്നെ ഇതുവരെയും ഞങ്ങളുടെ സമരപന്തലിലോട്ട് CPM ഇതുവരെയും കടന്നു വന്നിട്ടില്ല. ഞങ്ങളുടെ MLA അടക്കം ഇതുവരെയും 110 ദിവസമായിട്ടും ഞങ്ങളുടെ സമരപന്തലിലേക്ക് കടന്നു വന്നിട്ടില്ല. പകരം അവരൊരു 100 മീറ്റർ അപ്പുറം ഒരു സമ്മേളനം വെച്ചു. നമ്മുടെ മുനമ്പത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിട്ടുള്ളതായിരുന്നില്ല അത്. എങ്കിലും മുനമ്പ വിഷയം തന്നെയായിരുന്നു അത്. അപ്പോ നിയമമന്ത്രിയൊക്കെ പങ്കെടുത്തു. അന്ന് ഞങ്ങളുടെ MLA പറഞ്ഞത് ഇവിടെ BJP പൈസ ഒഴുക്കുന്നു സമരപന്തലിൽ. രണ്ടാമത് പറഞ്ഞത് പോപ്പ് വന്ന് സമരം ചെയ്താലും പിണറായി വിജയൻ വിചാരിച്ചാൽ മാത്രമേ മുനമ്പം സമരത്തിന് ഒരു പരിഹാരം ഉണ്ടാവൂ എന്ന് ഞങ്ങളുടെ MLA പറഞ്ഞൊരു കാര്യം ഞങ്ങളോട്. അപ്പൊ ഞങ്ങളൊക്കെ ഇത് അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്നതാ. ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഞങ്ങളുടെ MLA. ഞാൻ എന്റെ വോട്ടവകാശം തുടങ്ങിയ സമയം തുടങ്ങി CPM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ശക്തിയുക്തമായിട്ട് എതിർക്കുന്നതും ഇപ്പോൾ ആ പാർട്ടിയെ തന്നെയാണ്. കാരണം ആ പഞ്ചായത്ത് ഭരിക്കുന്നത് പോലും ആ പാർട്ടിയാണ്. 110 ദിവസമായിട്ടും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വരെ ആ സമരപന്തലിലോട്ട് കടന്നു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവരൊക്കെ എന്ത് രാഷ്ട്രീയ നിലപാടുകളാണ്, ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ രാഷ്ട്രീയക്കാരായി മാറിയത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇവരൊക്കെ എന്താണ് പഠിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരോട്. മൂന്നാമത്തെ കാര്യം ഇപ്പോ ഫ്രാൻസിസ് ജോർജ് MP വന്ന കാര്യം. ഫ്രാൻസിസ് ജോർജ് MP വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ മീഡിയ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു മീഡിയ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആ ഒരു ധൈര്യത്തിനായിരിക്കാം പുള്ളി അക്കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് ഒപ്പിയെടുത്തത് എന്റെ ഫോൺ തന്നെയായിരുന്നു. ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞ കാര്യങ്ങൾ ഒപ്പിയെടുത്തത് ഞാനായിരുന്നു. കാരണം മീഡിയ ഇല്ലെങ്കിൽ ഇവർ എല്ലാം പറയുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഇവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം മീഡിയ ഇല്ലെങ്കിൽ. പക്ഷെ അതിനേക്കാൾ വലിയ ബുദ്ധിയുള്ളവരായി മുനമ്പം ജനത ഇന്ന് മാറിക്കഴിഞ്ഞുവെന്ന് MP മനസ്സിലാക്കിയില്ല. MP പറഞ്ഞതാണ് വഖഫ് ആക്ട് എന്നത് ഒരു ഡ്രാക്കോണിയൻ നിയമമാണെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. MP പറഞ്ഞ കാര്യമാണ്. നേരം വെളുത്തപ്പോൾ കാലുമാറി. ഇതാണ് നമ്മൾക്ക് സംഭവിക്കുന്നത്. ഇവരൊക്കെ എന്ത് രാഷ്ട്രീയ നിലപാടുകളുള്ള മനുഷ്യരാണ്? നമ്മുടെ ഈ മുനമ്പത്തിന് വേണ്ടി ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇനി ഞങ്ങളുടെ MP ഇനി പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങൾക്കുണ്ടല്ലോ ഒരു MP. ഞങ്ങളുടെ MP വഞ്ചി സ്ക്വയർ നടന്ന സമയത്ത് സമരസമയത്ത് പറഞ്ഞതാ. അദ്ദേഹത്തിന്റെ വൈഫ് അഡ്വക്കേറ്റ് ആണ്. എല്ലാ ദിവസവും ഞങ്ങളെ കുറിച്ചാണ് അവരുടെ ചർച്ചാ വിഷയമെന്ന്. എല്ലാ ദിവസവും ചർച്ചാ വിഷയമായിട്ട് ഞങ്ങളുടെ MP-ക്ക് അവിടെ വരാനായിട്ട് 51 ദിവസം വേണ്ടി വന്നു. ഞങ്ങളുടെ സമരപന്തലിലേക്ക് വരാൻ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഞങ്ങളുടെ MP-ക്ക് 51 ദിവസം വേണ്ടി വന്നു. ഇതൊക്കെ ഞങ്ങൾ കണ്ടു പഠിക്കുകയാണ്. രാഷ്ട്രീയം എന്താണെന്ന് ഞങ്ങൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. പണ്ടത്തെ ജനതയല്ല. ഇപ്പോൾ ഞങ്ങൾ വായിക്കും, പഠിക്കും, ഓരോ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും പഠിച്ചിരിക്കുകയാണ്. ഇപ്പോ ഞങ്ങളെ പറ്റിച്ച ലിസ്റ്റിലുള്ളത് UDF-ഉം LDF-ഉം മുനമ്പം ജനതയെ പറ്റിച്ചു എന്ന് 100% ഉറപ്പിച്ചു തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് തന്നെ പറയും. ഇനി അടുത്തത് BJP എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടുത്തോട്ട് ഏറ്റവും ആദ്യം വന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഷോൺ ജോർജ് തന്നെയായിരുന്നു. അന്നും ഇന്നും ഇപ്പോൾ ഓരോ ദിവസവും അവർ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇനി UDF-ന്റെയും CPM-ന്റെയും ലിസ്റ്റിലോട്ട് ഇനി ഞങ്ങൾ BJP-യെ ഇടണമെന്ന് തീരുമാനിക്കുന്നത് ഈ പാർലമെന്റിൽ വരാൻ പോകുന്ന ബജറ്റ് സമ്മേളനം. ഉറപ്പാണ് മുനമ്പത്തിന് നീതി കിട്ടും. ഈ വഖഫ് ആക്ട് ഭേദഗതി ബിൽ വരുന്നത് കൊണ്ട് മുനമ്പത്തിന് നീതി കിട്ടുമെന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതും BJP-യാണ്. അപ്പോ ഞങ്ങൾ BJP പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ പറ്റിച്ച ലിസ്റ്റിൽ BJP-യും അടങ്ങും. അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ അത്രയും വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് മുനമ്പം ഒരു പ്രത്യേക വിഷയമായി പരിഗണിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോദിജിക്ക് ഇപ്പോൾ മുനമ്പം എന്താണെന്ന് അറിയാം. ഇതൊക്കെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, BJP നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഒപ്പിവെച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞ പ്രസംഗങ്ങൾ ഞങ്ങളുടെ ഫോണിൽ ഞങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ പറ്റിക്കില്ല എന്ന ഉറപ്പിന്മേലാണ് ഈ സമയം വരെ ഞങ്ങൾ നിൽക്കുന്നത്. LDF-ന്റെയും UDF-ന്റെയും ലിസ്റ്റിലോട്ട് BJP പോകാതിരിക്കാൻ ഞങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.
പാർലമെന്റ് ക്യാബിനറ്റ് സമ്മേളനം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കും. ഭാരതം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മുനമ്പം ജനത അവിടെ പൊരിവെയിലത്ത നിരാഹാര സമരത്തിലായിരിക്കുന്നത്. നമുക്കറിയാം ഈ വഖഫ് ആക്ടിന്റെ ദൂഷ്യം കൂടുതലും ഭാരതത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് ഈ മുനമ്പം എന്ന വാക്കിൽ നിന്നാണ്. വഖഫ് ആക്ട് എന്താണെന്ന് ഓരോ പൗരനും പഠിക്കാൻ തുടങ്ങി. വഖഫ് ആക്ടിന്റെ ദൂഷ്യവശങ്ങൾ എന്താണ്, അത് ഭാരതത്തെ എത്രമാത്രം നശിപ്പിക്കുന്നു എന്ന് ഓരോ കുഞ്ഞുമക്കളും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വഖഫ് ആക്ട് എന്ന കിരാത നിയമം ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്നത് മുനമ്പത്തിന്റെ മാത്രം ആവശ്യമല്ല, ഭാരതത്തിന്റെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ പറ്റിച്ചവരെയും ഞങ്ങളെ വഞ്ചിച്ചവരെയും എല്ലാവരെയും ഞങ്ങൾ പരാജയപ്പെടുത്തുന്ന ഒരു ദിവസം മുനമ്പം ജനതയ്ക്ക് ഉണ്ടാവും. അത് മുനമ്പത്തിന്റെ മാത്രം വിജയമായിരിക്കില്ല, അത് ഇന്ത്യയുടെ തന്നെ വിജയമായിരിക്കും.